അമ്പേതാസ്ത്രം നിനക്ക് തന്നെ വിലയിൽ വരുന്നു. നീ ചെയ്യുന്ന പാപത്തിന് മോക്ഷമില്ല. നീ ഇതിന് അർഹനാണ്. ശ്രേയ, ഞാനിപ്പോൾ നിൽക്കുന്നത് MGM ഹോസ്പിറ്റലിന് മുമ്പിലാണ്. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ന്യൂറോ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ സാം ആണ് മരണപ്പെട്ടിരിക്കുന്നത്. സൈലന്റ് അറ്റാക്ക് എന്ന് വിചാരിച്ചിരുന്ന ഡോക്ടർ സാമിന്റെ മരണം കൊലപാതകമാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്സ് പ്രകാരം അറിയുന്നത്. DGP തോമസ് ഐപ്പിന്റെ സഹോദരി ഭർത്താവാണ് മരണപ്പെട്ടിരിക്കുന്ന ഡോക്ടർ സാം. കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. കേസിന്റെ അന്വേഷണം ACP ജോൺ തെക്കന്റെ നേതൃത്വത്തിലാണ്. സൈലന്റ് അറ്റാക്ക് എങ്ങനെയാണ് കൊലപാതകമായത്? സർ, ആദ്യം സൈലന്റ് അറ്റാക്ക് എന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് ഇത് മർഡർ ആണെന്ന് വരാൻ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ഡോക്ടർ സാമിന്റെ മരണം സൈലന്റ് അറ്റാക്ക് എന്നായിരുന്നു പ്രൈമറി റിപ്പോർട്ട്. എന്നാൽ ഓട്ടോപ്സി റിപ്പോർട്ട് പ്രകാരം മരണകാരണം ഒരു ഹൈലി ഇൻഫ്ലേബിൾ ആയിട്ടുള്ള ഡ്രഗ് പ്രസൻസ് ആണ്. ഈ ഡ്രഗിന്റെ ആക്ഷൻ വരുന്നത് ഡ്രഗ് ഉള്ളിൽ ചെന്നാൽ ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ഹോൾ ബോഡി ബ്ലഡിലേക്ക് അലിഞ്ഞു ചേരും. മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ഹാർട്ടിനെയാണ്. സോ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ആളുടെ മരണം സൈലന്റ് അറ്റാക്ക് എന്ന സ്റ്റേജായി മാറും. ആൻഡ് ഇതിൽ മെയിൻ ഒരു ഹ്യൂമർ ഉണ്ട് സർ. ഈ ഡ്രഗ് ഇന്ത്യയിൽ ബാൻഡാണ്. 2010 WHO ആക്ട് പ്രകാരം മോസ്റ്റ് ഡേഞ്ചറസ് ടോപ്പ് 1 ഈ ഡ്രഗ് ആണുള്ളത്. ആൻഡ് ഈ ഡ്രഗ് മൂലം മെനി കേസസ് ഓഫ് ഡെത്ത് നടക്കുന്നത് കൊണ്ട് തന്നെ മിക്ക കൺട്രീസും ഇത് ബാൻഡ് ആക്കി. ആൻഡ് 2012 ഇന്ത്യയും ഇത് ബാൻ ആക്കി. പിന്നീട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നില്ല. ചിലപ്പോ ഇല്ലീഗൽ ഡ്രഗ്സിന്റെ കൂടെ ഇതും വരുന്നുണ്ടാകാം. ആൻഡ് ദെൻ സെക്കൻഡ്, സാമിന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് വരഞ്ഞ് 16 എന്ന് എഴുതിയിട്ടുണ്ട്. സർ, ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇതൊരു മർഡർ ആവാമെന്ന ഡൗട്ട് ഉടലെടുത്തത്. അതിനായി ഹോസ്പിറ്റലിന്റെ CCTV ഫൂട്ടേജസ് നോക്കിയിരുന്നു. അപ്പോഴാണ് ഡോക്ടർ സാമിന്റെ മരണം സംഭവിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഡോക്ടറിന്റെ ക്യാബിനിലേക്ക് ഒരു ബ്ലാക്ക് ഹുഡി വിത്ത് മാസ്ക് സ്ട്രേഞ്ചർ കടന്നു പോയിരുന്നു. അയാൾ കയറി പോകുന്നത് ഹോസ്പിറ്റലിലെ എല്ലാ CCTVയിലും കാണുന്നുമുണ്ട്. ബട്ട് ഫേസ് റിവീൽ അല്ല. ഡോക്ടറിന്റെ ക്യാബിനിലെ ക്യാമറ വർക്ക് ആവാതിരുന്നിട്ട് ഇപ്പോ 1 വീക്കായി. അതുകൊണ്ട് അവിടെ എന്താ നടന്നതെന്ന് വ്യക്തമല്ല. ഇവിടെ ഉള്ളവർ പറയുന്നത് സ്ട്രേഞ്ചർ ഹോസ്പിറ്റൽ വിട്ട് പോയിട്ടില്ലെന്നാണ്. അയാൾ തിരിച്ചിറങ്ങുന്നത് ഹോസ്പിറ്റൽ CCTVയിൽ ഒന്നും തന്നെ പതിഞ്ഞിട്ടില്ല. ഞങ്ങളിത് ചെക്ക് ചെയ്തിരുന്നു സർ. ഓക്കെ, എന്തോ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? എന്താത് സർ? അത് തെളിവാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. മരിച്ചയാളുടെ ദേഹത്ത് നിന്നും കിട്ടിയതാ. ലെറ്റ് നോട്ട് ലൈറ്റ് സീ മൈ ബ്ലാക്ക് ആൻഡ് ഡീപ് ഡിസയർസ്. എൻ്റെ കറുത്തതും ഇരുണ്ടതുമായ ആഗ്രഹങ്ങൾ വെളിച്ചം കാണാതിരിക്കട്ടെ. ഏതാ കണ്ണു തുറക്ക്. നിന്നെ അവന്മാര് ഒരുപാട് തല്ലിയോടാ. ഹോ, എന്താ അടിയോടാ അവന്മാരടിച്ചിട്ട് പോയത്. ശരിക്കും നല്ല വേദന ഉണ്ടോടാ? ഒരു 5 മിനിറ്റ് മുന്നേ വന്നിരുന്നേല് പാതി ഷെയർ ചെയ്യായിരുന്നല്ലോ. എന്ത് വേദനയത്. എന്റെ പല്ലൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കിക്കേ. അത് പിന്നെ കോൾഗേറ്റ് ഇട്ടല്ലേ തേക്കണത്, അതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട്. ഹോ, ഈ സമയത്തും ഊതാൻ കാണിക്കണ മനസ്സിനെ
ഞാൻ പ്രശംസിക്കുന്നു. 7 days എന്നാ അവന്മാർ പറഞ്ഞിട്ട് പോയിക്കണത്. അതിനുള്ളിൽ സാധനം കൊടുത്തില്ലേല് അവന്മാരുടെ ഏതോ ബോസോ മങ്ങിയോ മറ്റോ വരുന്നുണ്ടെന്ന്. അങ്ങേര് വന്നാ നമ്മളെ പീസാക്കി ഡിന്നറാക്കാൻ കൊടുക്കൂന്ന പറഞ്ഞേക്കണത്. അങ്ങരുടെ വീട് എവിടെയാണ്? ഇനി ടൈം വേസ്റ്റ് ചെയ്താ ജിമ്മ് ചെയ്ത് വലിച്ചു കയറ്റി വെച്ചേക്കണ എന്റെ ഐറ്റത്തിന്റെ പാതി പോലും കിട്ടത്തില്ല. അങ്ങോട്ട് കയറി കൊടുക്ക. 10-30 ക്യാമറയും 100-150 ബോഡി ഗാർഡ്സ് ഉള്ള വീടാണിത്. എന്റെ പൊന്നു മോനെ, വളഞ്ഞ വഴിക്ക് അങ്ങോട്ട് അടുക്കാനേ പറ്റത്തില്ല. പിന്നെ നേരെ കയറി ചെന്നിട്ട് ഞാൻ കക്കാൻ വന്നതാ ചേട്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്റെ കയ്യില് ഒരു പ്ലാൻ എ ഉണ്ട്. അവന്റെ അമ്മൂമ്മയുടെ ഒരു പ്ലാനെ നടപ്പിലാക്കിയിട്ടാണ് കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ സാധനം ഇപ്പൊ അങ്ങേരുടെ കയ്യിലിരിക്കുന്നത്. അവന്റെ കോപ്പിലൊരു പ്ലാനെ. ഏതാ പറയണ കളിക്ക്. നേരത്തെ കാണിച്ച പോലത്തെ മണ്ടത്തരല്ലടാ, ഇത് അടിപൊളി പ്ലാനാണ്. ഒന്ന് പോയടപ്പാ, ആ അടിപൊളിയിൽ തന്നെയുണ്ട് പക്ക ഫ്ലോപ്പാണെന്ന്. ഞാനൊരു ടിക്കറ്റിന്റെ മസില് തടീനാണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഇടിച്ചത്. പന്നി. എന്നാ നമുക്ക് വല്ലവന്റെ പ്ലേറ്റിലെ ഡിഷായിട്ടിരിക്കാം. ഏതാ ഡാ, അങ്ങേര് 4 ദിവസം കൂടി ഇവിടെ ഉള്ളൂ. അത് കഴിഞ്ഞ് ന്യൂയോർക്കിലേക്ക് പോകുവാണ്. കോപ്പ്. എന്താ നിന്റെ പ്ലാന്? അത് ഞാനിന്ന് പബ്ബിൽ പോയിരുന്നു. അപ്പോ 2 ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ നല്ല ബഹളം. കണ്ടപ്പോ തന്നെ നല്ല പൈസ ചെറുക്കാണെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ ഞാനൊന്ന് മുട്ടി. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ ഐഡലില്ലേ അങ്ങേരുടെ മാനേജറാണെന്ന് അറിയുന്നത്. തേടിയ വള്ളി കാല് ചുറ്റിയതുപോലെ. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത് ഇപ്പൊ ഒരു ഡ്രൈവറിനെയും ഒരു മേക്കപ്പ് മാനെയും തപ്പുന്നുണ്ടെന്ന്. അത് കേട്ടപ്പോൾ തന്നെ എന്റെ പ്ലാൻ പുറത്തേക്ക് ചാടി. എന്നിട്ട് ഞാൻ അവിടെ ഒരു ജോബും സെറ്റാക്കി വെച്ചു. ഇതാകുമ്പോ സുഖമായിട്ട് നമുക്ക് അങ്ങയുടെ കൂടെ നടക്കുകയും ചെയ്യാം, നൈസായിട്ട് സാധനങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്യാം. പ്ലാനൊക്കെ നല്ലതാണ്. ഡ്രൈവർ ഞാനായിക്കോളാം. അത് പറ്റൂല, ഡ്രൈവർ ഞാനായിക്കോളാന്ന് പറഞ്ഞു. മേക്കപ്പ് മാന് നിന്റെ പേരാണ് കൊടുത്തേക്കണത്. ഡേ, ഒരുമാതിരി യൂദാസിന്റെ സ്വഭാവമൊക്കെയല്ലേ. എനിക്ക് മേക്കപ്പിന്റെ എബിസിഡ് പോലും അറിയത്തില്ല. ഡേ, അതിന് നീ ഒരു പെണ്ണിനല്ല ഒരാണിനാണ് മേക്കപ്പ് ഇടാൻ പോകുന്നത്. സോ സിമ്പിൾ. കുറെ ക്രീമും പൗഡറൊക്കെ അങ്ങ് വാരിപ്പൊത്തുക. കാര്യം സിമ്പിൾ. അതൊക്കെ മതിയെന്നേ. പിന്നെ നീ അങ്ങനെ പെർമനന്റ് മേക്കപ്പ് മാൻ ആവാനൊന്നും അല്ലല്ലോ പോണത്. അവസാനം അവനെങ്ങാനും പിടിച്ച 2 ചെല്ലാവാതെ നോക്കിക്കോ. Patience burning like the sun, can't see the end ahead. Feet planted on this road of gray while hope's a thread so dead. The clock's a cruel magician, pulling hours out of sight. And every step I take feels lost in this eternal night. Waiting here in line for something I don't know. Time trips slow like wax from a candle's glow. സാർ, IG സാറിന്റെ മകൻ വന്നിട്ടുണ്ട്. എത്തിയോ? എന്നില്ലെന്നാ ഞാൻ വിചാരിച്ചത്. ഹലോ ACP സാർ, ഞാൻ വന്നു. ഇഷ്ടായില്ല എന്നറിയാം, എന്നാലും ഞാൻ വരും. ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതിരുന്നേ? നീ വിളിക്കുമ്പോ ഫോൺ എടുക്കാൻ ഞാനാര്? നിന്റെ കെട്ടിയോനോ? അങ്ങനെ ആക്കാനാണല്ലോ ഞാനിങ്ങനെ പുറകെ നടക്കുന്നത്. ഒന്ന് പോയി തരോ? ഇവിടെ കുറെ പണിയുണ്ട്. ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇല്ല, ഞാൻ പോവത്തില്ല. IG സാറിനെ വിളിക്കട്ടെ? വേണ്ട, ഞാനിപ്പോ പോകുക. പക്ഷേ ഇനിയും വരും ഞാൻ. ഇങ്ങേരിത് എവിടാണ്? അല്ലേലും ഈ പോലീസുകാരൊക്കെ എങ്ങനെയാണ്? ടൈമിംഗ് ഇല്ലാത്ത വധൂരികള്. നീ എന്നെ കുറിച്ചാണോ വിഹാനെ ഈ പറയുന്നത്? ഇതപ്പോ ഒന്ന് ഞാനങ്ങനെ അച്ഛനെ കുറിച്ച് അങ്ങനെ പറയൂ?
ഞാൻ 4 ദിവസം കഴിഞ്ഞ് പോകും. മമ്മ വിളിച്ചിരുന്നു. ഓപ്പറേഷന്റെ എല്ലാം സെറ്റാണെന്നാ പറഞ്ഞത്. പിന്നെ ജെറിച്ചാനും അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വരാൻ പറ്റില്ല. അതോർത്ത വിഷമം. എന്തായാലും നീ കൂടെ ഉണ്ടാവണം. പപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്ത് കൂടെ ഉണ്ടാവണം. ഓ അച്ചായ, എനിക്കറിയാം. ഞാൻ നോക്കിക്കോളാന്നേ. ആ ആടോ പറ. Again, there is another murder, like Dr. Sam. വാട്ട്? എന്താണ് സംഭവം? സർ, ഇത്തവണ മരിച്ചത് MG മെഡിക്കൽ കോളേജ് പ്രൊഫസറാണ്. ഡോക്ടർ സാമിന്റെ അതേ മോഡലാണ് ഈ മരണവും. റീസൺ? പ്രൊഫസർ വിൽസൺ മാത്യുവിന്റെ മരണം ഉള്ളിൽ ചെന്നിരിക്കുന്ന പോയിസൺ ആണ്. ദി സെയിം as സാം. വിൽസൺ മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപ് ഒരു ബ്ലാക്ക് ഹുഡി വിത്ത് മാസ്ക് സ്ട്രേഞ്ചർ വരുന്നതായി വിൽസന്റെ വീട്ടിലെ ഫ്രണ്ട് CCTV ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു. ബട്ട് ഹോപ്പ്ലെസ്. ഫേസ് അതിലും റിവീൽ അല്ല. വീടിന്റെ ഉള്ളിൽ CCTV ഇല്ല. അതുപോലെ വിൽസൺ ഒറ്റയ്ക്കായിരുന്നു അന്ന് വീട്ടിൽ. ആൻഡ് സാമിനെ കൊന്ന ആള് തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് തെളിയിക്കുന്ന രീതിയിൽ സർ ദ അഗെയിൻ 16 സൈൻ. CCTV, പിന്നെ വിൽസൺ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉള്ളതുപോലെ തോന്നിയോ? യെസ് സർ, വിൽസനെ നന്നായി അറിയാവുന്ന ആൾ തന്നെയാണിത്. യെസ്, വിൽസന്റെ കേസ് മാത്രമല്ല, ഒന്നാലോചിച്ചാൽ സാമിനെയും നല്ല രീതിക്ക് അറിയാവുന്ന ആൾ തന്നെയാണിത്. സാമിന്റെ ക്യാബിനിലെ CCTV വർക്കല്ലായിരുന്നു. അത് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇത്ര ധൈര്യത്തോടെ അവിടത്തേക്ക് കയറി ചെന്നത്. അതെ സർ. ആ സർ, ഇപ്രാവശ്യം കില്ലർ ഒരു ക്ലൂ വെച്ചിട്ടുണ്ട്. ദി ഹ്യൂമൻ സൊസൈറ്റി, ദ വേൾഡ്, ദ വോൾ ഓഫ് മാൻകൈൻഡ് ഇസ് ടു ബി ഫൗണ്ട് ഇൻ ദി ആൽഫബറ്റ്. ആഹാ, ഇത് കൊള്ളാലോ. ആൽഫബറ്റിൽ നിന്നും കണ്ടെത്താൻ. കില്ലർ നല്ല ബുദ്ധിക്കാണല്ലോ കളിക്കണത്. സർ, എനിക്കൊരു ഡൗട്ട്. ഈ MGMൽ വർക്ക് ചെയ്യുന്ന 2 പേരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. MGMനോട് ശത്രുതയുള്ള അല്ലെങ്കിൽ MGM മാനേജ്മെന്റ് തന്നെയാണെങ്കിലോ ഇത് ചെയ്യുന്നത്? യാ, ആകാം, അല്ലാതിരിക്കാം. കാരണം കില്ലർ തന്നെ നമ്മളോട് ഇപ്പോൾ പറഞ്ഞു, മനുഷ്യ സമൂഹം, ഈ ലോകം, മനുഷ്യരാശി, ഇതെല്ലാം ആൽഫബറ്റിൽ നിന്നും കണ്ടെത്താൻ പറ്റുമെന്ന്. നോക്കാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ആ ബ്രോ. ആ എന്തായി കാര്യങ്ങളൊക്കെ? ആ പക്ക പെർഫെക്റ്റ്. നീ കേറി ചെന്ന് ആൽഫ്രഡിനെ കണ്ടാ മതി. ഞാനൊന്ന് പുറത്തു പോകുക. ആ പിന്നെ അബി, മറ്റേ കാര്യം മറക്കണ്ട. ഏയ്, ഞാൻ മറക്കോ? ആ അപ്പൊ ബൈ. എന്ത് മറക്കല്ലെന്നാടാ പറഞ്ഞേ? ഒന്നുമില്ലടാ. എന്തോ ഉളത്തരമുണ്ട്. പറട വന്നീ. ഓ എൻ്റെ അമ്മോ, പറയാ. നമ്മുടെ ശമ്പളത്തിൽ നിന്നും അങ്ങേർക്ക് അഡ്വാൻസ് തുക വേണമെന്ന് പറഞ്ഞു. ഈ ജോലി സെറ്റാക്കിയത് അതാണ്. ഓ എച്ചി, എന്ത് വലിയ വീടാണല്ലേ. നിങ്ങളാണോ റോഷൻ പറഞ്ഞവർ? ആ അതെ. ഓ ആൽഫ്രഡ് സാറിന്റെ പി ആണ്. നിങ്ങൾ ഇന്നു മുതൽ ജോയിൻ ആണെന്നാണ് റോഷൻ പറഞ്ഞത്. ഇതിൽ ഡ്രൈവർ ആരായിരുന്നു? ആ അത് ഞാൻ. ആ കറക്റ്റ് 11 o'clock സാർ ഇറങ്ങും. ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ കാറും താനും റെഡിയായി നിൽക്കുക. പിന്നെ മേക്കപ്പ് താൻ എന്റെ കൂടെ വാ. അപ്പോ സെറ്റിൻ പോയിട്ട് വരാം. വിഷ് യു ബെസ്റ്റ് ഓഫ് ലക്ക് മാൻ. ജോസർ, come in. സർ, ഇതാണ് ന്യൂ അപ്പോയിന്റ്മെന്റ്, ഏതൻ മാത്യു. ഏതൻ, സാറിന് 11 മണിക്ക് ഇന്റർവ്യൂ ഉള്ളതാണ്. അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യണം. എന്റെ ഭക്തൻ പുണ്യാള, ഞാനിപ്പോ എന്തൊക്കെ ചെയ്യാ? ഓ, ഇങ്ങേരിതെന്താണ് എന്നെ തന്നെ നോക്കി നിൽക്കണത്?
എന്തുട്ടപ്പ ചെയ്യാ? My lips are dry. Take a lip balm. നീ ശരിക്കും എൻ്റെ ആരാ? ഞാൻ മേക്കപ്പ് മാൻ. സോ ഇതൊക്കെ നീയല്ലേ ചെയ്യേണ്ടത്? ആ ആ എൻ്റെ ഹൈപ്പ് ഭഗവതി, ഇത് ചുണ്ട് തന്നെയാണോ? ഏതാ നീ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു? minutes and 5 seconds. എന്താണ് വട്ടായോ? മനസ്സിലായില്ല? ഇല്ല. നീ എനിക്ക് ലിപ് ബാം ഇടാൻ തുടങ്ങിയിട്ട് 20 minutes and 5 seconds എടുത്തു. അത്രയും നേരം ഒരു ലിപ് ബാം ഇടാനൊക്കെ വേണോ? അത് എല്ലാ പോർഷനും ഇങ്ങനെ കവർ ചെയ്ത് അങ്ങനെ ഇൻട്രസ്റ്റിംഗ്. ഇപ്പൊ ഒന്നും ചെയ്യണ്ട, താൻ താഴേക്ക് പൊക്കോ. എന്താ? ഒന്നുമില്ല. വാവ്, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇത്രയും വലിയ കാരം ഇങ്ങനെ കൈ കിട്ടുമെന്ന്. ഞാൻ ഇന്നൊരു പൊളിക്കും. വാവ്, നൈസ്. ഷർട്ടിൽ ചെളിയാക്കി വെച്ചിട്ട് നിന്ന് ചിരിക്കുന്നോ? അത് സാർ, ഏത് പോലീസുകാരനും ഒരു കയ്യബദ്ധം പറ്റുമല്ലോ. എന്ന പോലീസുകാരനെ ഒരു കാര്യം ചെയ്യും. ഇതോ ഈ ഷർട്ടിന്റെ പഴയ രൂപം എങ്ങനെയാണോ അതുപോലെ ആക്കിപ്പിച്ചിട്ട് താ. ഞാൻ എന്താ അങ്ങേരുടെ വേലക്കാരനോ? എന്നെ ശരിക്കും അറിയില്ല അങ്ങേർക്ക്. ഇനി ഇത് വെളുപ്പിക്കണമെങ്കിൽ ചൈഡ് വാങ്ങാനുള്ള പൈസ പോലും ഇല്ലല്ലോ. എന്ത് ജാടി അങ്ങേർക്ക്. ഈ സാധനം ഇവിടെ തന്നെ ഉണ്ടാവോ? എല്ലായിടത്തും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ. ഏതൻ ഡോ വാ, സാർ ഇറങ്ങാറായി. എന്തായിടാ, അവിടെ എന്തേലും കണ്ടോ? ഉണ്ടംപൊരി. ചെന്ന് കേറിയതല്ലേ ഉള്ളൂ, നോക്കട്ടെ. പിന്നെ ദോ അയാളുണ്ടല്ലോ, അത്ര വെടുപ്പല്ല. അതെന്ത്? അങ്ങേർക്ക് ചെറിയ വട്ടുണ്ടടാ. സർ, ന്യൂ സോങ് ഇറ്റ്സ് എ മാജിക്കൽ വൺ. എന്തോ ഒരു സ്പെഷ്യൽ ആ സോങ്ങിലുണ്ട്. ഭയങ്കര ഒരു മിസ്സിങ്. സോ ഡു യു മിസ് സമ്മൺ? Yeah, I really badly miss someone. ഐ തിങ്ക് യു ലവ് സമ്മൺ. നോ, ഐ ഡീപ്ലി fell into one person. Oh, if you don't mind, can you share with us? Yes, of course. ഈ പ്രപഞ്ചത്തിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ലവ് സ്റ്റോറീസ് ഉണ്ട്. അതിൽ എല്ലാം ഹാപ്പി, സാഡ്, ഫീൽ എല്ലാം നിറഞ്ഞ ഒരു ഫീൽ തരുന്ന, നമ്മളെ പ്രണയിക്കാൻ പ്രേരിപ്പിക്കുന്ന, ഇങ്ങനെ ആവണം പ്രണയമെന്ന നമ്മളെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരുപാട് ലവ് സ്റ്റോറീസ് ഉണ്ട്. ബട്ട് എനിക്കിതിൽ ഒരു ലവ് സ്റ്റോറി മാത്രമാണ് ഇഷ്ടം. എന്തോ എന്നെ വല്ലാതെ ഫീൽ ചെയ്യിപ്പിച്ചത്. ഇറ്റ്സ് എ ലവ് ഇൻ ബിറ്റ്വീൻ സൺ ആൻഡ് മൂൺ. അവരും പ്രണയിച്ചിരുന്നു. അവരുടെ പ്രണയം ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ
ടൈം ഡിഫറൻസ് കാരണം അവർ ഒരിക്കലും മീറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് ഒന്ന് തൊടാനോ മുറുകെ കെട്ടിപ്പിടിക്കാനോ ചുടുചുംബനത്താൽ നിറയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല. അവരുടെ കൂടിക്കാഴ്ചയ്ക്കായി അവർ പരസ്പരം മത്സരിക്കുന്നു. അതുപോലെ അവർ പരസ്പരം മിസ് ചെയ്യുന്നുമുണ്ട്. അവരുടെ പ്രണയത്തെ തിരിച്ചറിഞ്ഞത് ഒരാൾ മാത്രമായിരുന്നു, ഗോഡ്. ബട്ട് ഗോഡിന് ഒരിക്കലും അവരെ ഒന്നിപ്പിക്കാൻ സാധിക്കില്ല. അതിന്റെ കാരണം അവരാൽ കഴിയുന്നവരായിരുന്നു. അവരുടെ ചുറ്റുമുള്ളവരെ അവർക്ക് നഷ്ടമാകും. സോ ഗോഡ് ഡിസൈഡ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ പ്രണയത്തെ കുറച്ച് നിമിഷത്തേക്ക് ഒന്നിപ്പിക്കാൻ. സോ ദാറ്റ് ഈസ് സോളാർ എക്ലിപ്സ്. അന്ന് അവർ പ്രണയ ചുംബനങ്ങളാൽ മൂടും, മുറുകെ കെട്ടിപ്പിടിക്കും, അവരുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഉല്ലസിക്കും. സോ ഈ ആശയമാണ് ഞാൻ ഈ സോങ്ങിൽ എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ വീണുപോയത്. ദാറ്റ്സ് ഇറ്റ്. ജോൺ ടെക്കൻ, സാമിന്റെ മരണം നടന്നിട്ട് 1 മന്തായി. ഇതുവരെ ഒരു മൂവ്മെന്റ്സും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അതേ രീതിയിൽ വേറൊരു മർഡർ കൂടെ. എന്തെങ്കിലും പറയാനുണ്ടോ? സർ, ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനുണ്ട്. മീഡിയാസ് ഓഫീസേഴ്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഇത് തന്നെയല്ലേ പറയുന്നത് 1 മന്തായിട്ടും? ഇനി ഇതുപോലൊന്നും ഉണ്ടാകുന്ന മുന്നേ കണ്ടുപിടിക്കണം. എന്തായാലും ഒരു സീരിയൽ കില്ലറാണ്. ഇനിയും അയാൾ അത് നടത്തും. അതുണ്ടാകുന്ന മുന്നേ പ്രതി കണ്ടുപിടിക്കണം. സർ, സാറിന്റെ ഫാദർ ഇൻ ലോ നല്ല കലിപ്പിലാണല്ലോ. ഇങ്ങേർക്കത് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. അന്വേഷിക്കേണ്ടത് നമ്മളല്ലേ. ഹലോ. ഹലോ സർ, ഫോറൻസിക്കിൽ നിന്നാണ്. ഒരു എമർജൻസി ഉണ്ട്, ഒന്ന് വരണം. Patience burning like the sun can't see. സർ, ഒരു ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. എന്താ? പ്രൊഫസർ വിൽസൺ മാത്യുവിൻ്റെ മരണം നടന്നിടത്ത് നിന്ന് ഒരു ബ്ലഡ് സാമ്പിൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ബ്ലഡ് സാമ്പിൾ വന്നത് AB ബ്ലഡ് ഗ്രൂപ്പായിട്ടാണ്. പിന്നീട് അതിലൊരു അസ്വാഭാവികത തോന്നിയത് കൊണ്ട് പ്രോപ്പറായി ഒന്നുകൂടെ ചെക്ക് ചെയ്തു. ഇറ്റ്സ് നോട്ട് AB ബ്ലഡ് ഗ്രൂപ്പ്. വിൽസൺ മാത്യുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവ് ആണ്. സോ ഈ A പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് ഇറ്റ്സ് കില്ലർ. സാർ, ഒന്നുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞ, ക്രൈം സ്പോട്ടിൽ വിൽസൺ മാത്യുവിൻ്റെ ബോഡി കിടന്ന സ്ഥലത്ത് നിന്നും കുറച്ച് മാറി സ്റ്റെയർകേഴ്സിൻ്റെ അവിടെ ഒരു ബ്ലഡ് സാമ്പിൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അത് ഞങ്ങൾ ചെക്ക് ചെയ്തു. ബട്ട് ഇത് AB പോസിറ്റീവായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിൽസൺ മാത്യുവിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B പോസിറ്റീവാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അങ്ങനെയാണ് AB പോസിറ്റീവ് എന്ന ബ്ലഡ് ഗ്രൂപ്പ് കില്ലറിൻ്റേതാകാമെന്ന സൂചന നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാർ, അതിലൊരു അസ്വാഭാവികത ഞങ്ങൾക്ക് തോന്നി. ബ്ലഡ് സാമ്പിളിൽ ഒരു ചെറിയ വേരിയേഷൻ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഒന്നുകൂടെ പ്രോപ്പറായി ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ഇതേ സമയം ഓട്ടോപ്സി ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചപ്പം അവരുടെ അഭിപ്രായം വിൽസൺ മാത്യുവും കില്ലറും തമ്മിൽ ഒരു ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടാകാം എന്ന അനുമാനത്തിലെത്തിയത്. കാരണം വിൽസൺ മാത്യുവിൻ്റെ കൈപ്പത്തി മുറിഞ്ഞതായി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഉണങ്ങിയിട്ടില്ല. മരണം നടക്കുന്നതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നെയാണ് ആ മുറിവ് സംഭവിച്ചിട്ടുള്ളത്. മേ ബി വി തിങ്ക് മരിക്കുന്നതിന് മുന്നേ കില്ലറും വിൽസൺ മാത്യുവും തമ്മിൽ ഒരു ചെറിയ ഫൈറ്റിംഗ് നടന്നിട്ടുണ്ടാകാം. ആ ഫൈറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കത്തി വെച്ച് ഇങ്ങനെ പിടിച്ചപ്പോഴായിരിക്കും രണ്ടുപേരുടെയും കൈ ആ കത്തിയുടെ മുന കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടാവാം. ആൻഡ് ബ്ലഡ് ഒരുപോലെ താഴേക്ക് വീണ് അതൊരു AB പോസിറ്റീവ് എന്ന ഇതിലേക്ക് വന്നതുമാകാം. Time plays me the fool, waiting here in line for something I don't know. Time trips slow, quick from the cloud. നമസ്കാരം, എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇന്ന് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ സാം, പ്രൊഫസർ വിൽസൺ മാത്യു എന്നിവരുടെ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ നമ്മുടെ കൂടെ ചേരുന്നത് DGP തോമസ് ഐപ്പാണ്. സർ, മരണം നടന്ന ഇത്ര ദിവസങ്ങളായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പോലീസ് ഇത് അന്വേഷിക്കുന്നുണ്ട്. IG ജോസഫ് കുരിശിങ്ങളുടെ നേതൃത്വത്തിൽ ACP ജോൺ തെക്കൻ ആൻഡ് ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്.
ഒരു റെസ്പോൺസും ഇല്ല എന്നല്ല, ഞങ്ങൾക്ക് ആവശ്യമായവ കിട്ടുന്നില്ല എന്നതാണ്. സർ, ഒരേപോലെയുള്ള 2 മരണങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സോ ഒരു സീരിയൽ കില്ലറാണിത്. ഇനിയും പ്രതിയിലേക്ക് എത്തിയില്ലെങ്കിൽ ഇതുപോലെ വീണ്ടും സംഭവിക്കില്ലേ? എന്താലേ, എന്നാലും ആരാവും ആ കില്ലർ? ആരായാലും നമുക്കെന്താ? ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഈ ടൈമിലോ? ആടാ, ജസ്റ്റ് ഒന്ന് പുറത്തു പോയിട്ട് വരാന്നേ. ഷെടാ, ഈയിടെയായിട്ട് ഇവന് നൈറ്റ് പുറത്തു പോകുന്നത് ഇത്തിരി കൂടുതലാണല്ലോ. ആർ യു ഓക്കെ? എണീക്ക്. ദാ ഈ വെള്ളം കുടിക്കുക. അവന്മാർ എന്തിനാ നിന്നെ തല്ലിയത്? അതൊരു പെൻഡ്രൈവ്. അത് ഞാൻ എടുത്തു കൊടുക്കാനായിട്ട് വെച്ചതാ. പക്ഷെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടായിപ്പോയി. അതാ. ഷേ, അതിനാണോ? ഷേ, അത് വിട്. നീ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. നീ ഇത് കംപ്ലൈന്റ് ചെയ്തില്ലേ? അത് വേണ്ട. വാ, എനിക്ക് എവിടെ കൊണ്ടുവന്നാക്കണ്ടേ? വേണ്ട, ഞാൻ തനിയെ പൊക്കോളാം. വരാനാണ് പറഞ്ഞത്. ഗുഡ് മോർണിംഗ്. താനോ? അല്ല, ഞാൻ പാനിക് ആവണ്ട. നിന്നെ എവിടെ കൊണ്ടാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൂട്ടിയത്. എനിവേ, ദേഹമൊക്കെ എങ്ങനെയുണ്ട്? ഐ മീൻ, വേദന? കുഴപ്പമില്ല. എന്നാ ഈ കോഫി കുടിക്കുക. എന്നിട്ടൊന്ന് ഫ്രഷ് ആവോ. ദെൻ താഴേക്ക് വാ. താൻ ചോദിച്ച കാര്യം തരാം. എന്ത്? എന്നോട് ഇന്നലെ നൈറ്റ് പറഞ്ഞില്ലേ കിസ് തരാന്ന്? കിസ്സോ? ഫ്രഷായി വാ. എന്റെ കർത്താവേ, ഇതൊക്കെ എപ്പോ? അയ്യോ, ചിഞ്ചു രഞ്ജു മഞ്ജു എന്നൊക്കെ ഓർത്ത് ഇയാളോടെങ്ങാനും ഉറക്കപ്പിച്ച് ചോദിച്ചു കാണൂ. കർത്താവേ, തീർന്നു. അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇനി അതാലോചിച്ച് ഭ്രാന്ത് പിടിക്കണ്ട. താഴേക്ക് വാ. സർ, നാളെയാണ് വൈഫിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോണം. താൻ നാളെ ലീവ് ആയിക്കോടോ. താങ്ക് യു സർ. ഹലോ എസ് പി സർ. ഈ കീടാണുവിനൊക്കെ ആരടോ കടത്തി വിട്ടത്? കീടാണോ? ഇന്നലെ വരാത്തതിൽ സങ്കടായോ? സങ്കടോ? എനിക്കോ? എനിക്ക് നല്ല സന്തോഷമായി. ഞാനിവിടെ എല്ലാവർക്കും
ട്രീറ്റ് വരെ ചെയ്തു. എന്ത് ദുഷ്ടനാടോ താൻ! ഇങ്ങനെയാണേലേ ഞാൻ നമ്മുടെ സ്റ്റോറി ഒരു FF ആക്കേണ്ടി വരും. ടൈറ്റില് ദി ബീസ്റ്റ് ആൻഡ് ദി ബ്യൂട്ടി എന്ന്. ഒന്ന് പോയി തരൂ, ഇത് വല്ലാത്ത കഷ്ടാണല്ലോ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇന്ന് രാവിലെ തന്നെ വീട്ടിലൊരു ലെറ്റർ വന്നു പപ്പയ്ക്ക്. പപ്പ വീട്ടിലില്ലായിരുന്നു, ഇനി 2 ദിവസം കഴിയും വരാൻ. അതുകൊണ്ട് ഈ ലെറ്റർ ഞാൻ തുറന്നു നോക്കി. എനിക്കെന്തോ ചെറിയൊരു പന്തുകേട് തോന്നി. അതുകൊണ്ട് താൻ കയ്യിൽ തരാമെന്ന് വിചാരിച്ചു. ദാ ഇതാ ലെറ്റർ. ഞാൻ പോകുവാണേ. ചേട്ടാ. ദി ആൽഫബറ്റ് ബിഗിൻസ് വിത്ത് ABC. Numbers begins with 1, 2, 3. But revenge starts with 72 hours. സർ, ഇത് സാം വിൽസൺ കേസിലെ കില്ലർ ആണെന്ന് തോന്നുന്നു. റിവെഞ്ച് സ്റ്റാർട്ട്സ് വിത്ത് 72 hours എന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതിൻ്റെ അർത്ഥം 72 മണിക്കൂറിനുള്ളിൽ ഒരു മരണം നടക്കുമെന്നല്ലേ? നൗഫൽ, ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കില്ലർ നമ്മളെ എന്തോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് നമ്മളെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ലെറ്റർ അങ്ങനെയുള്ള എന്തോ ഒരു ക്ലൂ ആണ്. റിവെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 72 മണിക്കൂറിൽ നിന്നാണെന്നാണ് കില്ലർ പറയുന്നത്. അതിൻ്റെ അർത്ഥം 72 മണിക്കൂറിൽ മരണം നടക്കും എന്നല്ല. ഇംഗ്ലീഷ് അക്ഷരമാല തുടങ്ങുന്നത് ABCയിൽ നിന്നാണെങ്കിൽ നമ്പേഴ്സ് തുടങ്ങുന്നത് 1, 2, 3യിൽ നിന്നാണ്. 72 മണിക്കൂറിൽ നിന്നാണ് പ്രതികാരം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഹവേഴ്സായിട്ട് എന്തോ ബന്ധം ഇതിനുണ്ട്. കില്ലർ എന്തോ ഒന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ എന്തോ ഒന്ന് ചിന്തിപ്പിക്കുന്നത് പോലെ. ചെറുക്ക, എന്തായി? നീ കുറെ ആയല്ലോ ആ ഷർട്ടും കൊണ്ട് പോയിട്ട്. ഇന്നെങ്ങനെ കിട്ടുമോ? അയ്യ, ഇയാളുടെ ഷർട്ട് പിടിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? ഡാ ഇയാളുടെ ഷർട്ട്. അപ്പൊ അനുസരണയുണ്ട്. ഓ പിന്നെ എന്തായാലും പറഞ്ഞിരുന്നോ? ഞാൻ നല്ല അനുസരണയുള്ള ഗുഡ് ബോയ് എന്ന് പറയായിരുന്നു. ഓ എന്നാ വാ, ഒരു ചായ കുടിക്കാം. അത് നല്ലതാ. ഏതൻ, എനിക്കിന്നൊരു പാർട്ടിയുണ്ട്. സോ പാർട്ടി ലുക്കിൽ മേക്കപ്പ് വേണം. പാർട്ടി ലുക്ക്? യാ, കമോൺ മാൻ, ടൈം വേസ്റ്റ് ചെയ്യാത്ത തുടങ്ങാം. എന്റെ കർത്താവേ, പെട്ടല്ലോ നാഥാ. വാ സർ. ഏതൻ, ലിപ്സ്റ്റിക് ഒന്ന് ഇടൂ. टूटा साता साता तारा जब गिरा, जरा साता साता मांगू दिल तेरा, तभी साता साता माने ना, फिर ये सर फिरा। सिर्फ वाला, सोज वाला, वैज वाला होता है जो ये कब से ज्यादा, ये वैसे वाला सिर्फ वाला, सोज वाला, वैज वाला होता है जो कब से ज्यादा, वैसे वाला इश्क वाला। അയ്യോ, നാണം കിട്ടു. കയ്യിന്ന് പോയല്ലോ നാഥാ. എന്റെ ഏതാ, നീ എന്ത് മന്ദബുദ്ധിയാ? നീ എന്താടാ പണി വെച്ചിരിക്കേ? അയ്യോ കടവുളേ, ഇനി അങ്ങേരെങ്ങാനും കേസ് കൊടുക്കോ? അയ്യോ. സർ, വിൽസന്റെയും സാമിന്റെയും കേസിൽ പോലീസ് എവിടെവരെയായി? ന്യൂസ് കണ്ടറിവേ ഉള്ളൂ. അവർക്ക് ആവശ്യമായവ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്.
എന്തായാലും അന്വേഷണം നടക്കട്ടെ. അവസാനം എവിടെ എത്തുമെന്ന് നമുക്ക് നോക്കാം. സർ, എന്താ പറഞ്ഞു വരുന്നത്? ആദ്യത്തെ മരണം നടന്നത് 20-ന്, രണ്ടാമത്തെ മരണം നടന്നത് 4-ന്, പിന്നീട് ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് 20, ഇന്ന് വരെ ഒരു മരണവും നടന്നിട്ടില്ല. അതെ, ശരിയാണ്. ആൻഡ് കില്ലർ ഉപയോഗിച്ചിരിക്കുന്ന സൈൻ 16 എന്ന സൈൻ. താനൊരു കാര്യം ശ്രദ്ധിച്ചോ? ആദ്യ മരണം നടന്ന ഡേറ്റായ 20 മൈനസ് രണ്ടാമത്തെ മരണം നടന്ന ഡേറ്റ് 4 ഈക്വൽസ് ടു 16 എന്നാണ് വന്നിരിക്കുന്നത്. സോ ഈ 16 ഗ്യാപ്പിലായിരിക്കും ഈ കൊല നടക്കുന്നതെങ്കിലോ? ആൻഡ് അതിൻ്റെ ക്ലൂ ആയിട്ടാണ് ഈ 16 എന്ന് കൊടുത്തതെങ്കിലോ? ബട്ട് സർ, ഈ 24 ഇതിൽ കലണ്ടർ പ്രകാരം 16 വരത്തില്ല. കാരണം 20-ൽ നിന്നും 4-ലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം 30 or 31 എന്ന ഡേറ്റ് വരുന്നത് കൊണ്ട് തന്നെ ടൈം ഗ്യാപ്പ് 15 or 16 എന്ന ഗ്യാപ്പ് ആയിരിക്കും വരുന്നത്. ബട്ട് സർ, സാമിന്റെ മരണം നടന്നിട്ട് ഏകദേശം ഒരു 4-ാം തീയതി കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് 16 ആയിട്ടില്ല. 31 എന്ന ഡേറ്റ് അവിടെ ആബ്സെന്റ് ആയിരുന്നു. സോ കറക്റ്റ് 16 ആയിട്ടില്ല. സോ ഈ കറക്റ്റ് 16 ആക്കാതെ അവരെന്തായാലും കൊല്ലത്തില്ലല്ലോ. സോ 16 എന്ന നമ്പർ അതിനു വേണ്ടി മാത്രമായിരിക്കില്ല. സർ, ഇതൊരു സീരിയൽ കില്ലർ ആയതുകൊണ്ട് തന്നെ ഈ മിക്ക കേസസിലും ഈ സീരിയൽ കില്ലേഴ്സിന് അവരവരുടേതായിട്ടുള്ള ഓരോ സൈൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ടാക്കും. സോ ഈ കില്ലറും ഈ 16 എന്ന് യൂസ് ചെയ്തിരിക്കുന്നത് കില്ലറിന്റെ സൈൻ ആണെങ്കിലോ? ആയിരിക്കാം, അല്ലായിരിക്കാം. ഈ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കില്ലറിനെ കണ്ടുപിടിക്കാൻ സാധിക്കും? സർ, എനിക്കൊരു ഐഡിയ. നമ്മുടെ ഊഹം വെച്ച് കില്ലർ അവർക്കറിയാവുന്ന ഒരാൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ വിൽസണിനെയും സാമിനെയും അടുത്തറിയാവുന്നവരുടെ ബ്ലഡ് സാമ്പിൾ നോക്കിയാലോ? അത് റിസ്ക് ആണ്, എന്നാലും നോക്കാം. സർ, ആ വിനയൻ കേസിലെ പ്രതി വിനയന്റെ അനിയൻ ചന്ദ്രനെ കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്നു. സത്യം പറയടാ, നീ എന്തിനാടാ വിനയനെ കൊന്നത്? അവൻ ഈ ലോകത്തിലുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല സാർമാരെ. എന്താടാ, നീ പറയില്ലേ? ഇല്ല. മതിടോ, നൃത്തം. സാറേ, ഞാൻ അവനെ കൊന്നത് എന്തിനാണെന്ന് സാറിനറിയോ? 18 പോലും തികയാത്ത എൻ്റെ മകള്. ഒരച്ഛനെ പോലെയല്ലേ സാറേ എൻ്റെ ചേട്ടനെന്ന അവൻ കാണേണ്ടത്. എന്നാലേ ആ വിനയമുള്ള വിനയൻ കള്ളും കുടിച്ച് എന്താ ചെയ്തതെന്നറിയോ? എൻ്റെ മകളെ ഞങ്ങൾ ആരുമില്ലാത്തപ്പോൾ. തനിക്കിത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ എന്തായിരുന്നു? കംപ്ലൈൻറ്റ് ചെയ്താൽ നിങ്ങളവനെ പിടിച്ച് എന്ത് ചെയ്യും? ജയിലിൽ കയറ്റും. എന്നിട്ടോ തിന്ന് പുഷ്ടിപ്പിക്കും അല്ലേ? വാക്കുകളില്ലല്ലേ, നിയമം കൂടിയില്ലാത്തപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതാണ് സാർ ഇത്. പ്രതികാരം അത് വീട്ടാൻ തന്നെ ഉള്ളതാ. അതിന് ഒരു നിയമവ്യവസ്ഥയ്ക്കും സാധിക്കില്ല. നിർത്ത, മതി. അയാളെ ജയിലിലിടും. നൗഫൽ, വാ. എന്താ സാർ, ശരിയല്ലേ അയാൾ പറഞ്ഞത്? അയാളുടെ മകളെ നശിപ്പിച്ച അവനെ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ വിധി നമ്മളല്ല, ചന്ദ്രൻ തന്നെ തീർക്കേണ്ടത്. തെറ്റ് ചെയ്തവൻ സുഖിച്ചു നടക്കുകയും ഇരയാക്കപ്പെട്ടവർ കണ്ണീർ വാർത്ത് വെന്തുരുകുകയും ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തെറ്റ് ചെയ്തവർ ആരും ഈ ലോകത്തിൽ വേണ്ട. നൗഫൽ, നമ്മുടെ 16 കേസിലെ പ്രതിക്കും ഇതേ പൊസിഷൻ തന്നെയാണെങ്കിലോ? സർ, അത് അല്ല, ഞാൻ പറഞ്ഞു വന്നത് അയാൾക്കും റിവെഞ്ച് ഉണ്ടല്ലോ. ആകെ കൺഫ്യൂസ്ഡ് ആണ് സർ. സർ, ചന്ദ്രന് സാറിനോട് എന്തോ പറയാനുണ്ടെന്ന്. സാറേ, ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷേ എന്നെ വെറുതെ വിടണം. എന്ത് സഹായിക്കാമെന്ന്? നിങ്ങൾ അന്വേഷിക്കുന്ന വിൽസൺ മാത്യുവിന്റെ പ്രതി ആരാണെന്ന് എനിക്കറിയാം.
അതെങ്ങനെ നിനക്കറിയാം? സാറിനെ വെറുതെ വിടുവോ? എങ്കിൽ ഞാൻ പറയാം. ശരി, വെറുതെ വിടാം. ഇനി നീ പറ. സാർ, അത് വേണോ? ചന്ദ്രൻ, പറ.